ഹായ് കൂട്ടുകാരെ, ഇന്ന് എൻ്റെ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ ബീഫ് അച്ചാറാണ്. ആദ്യം നമുക്കതിന് വേണ്ടത് ബീഫല്ലേ. നമുക്ക് മാർക്കറ്റിലേക്ക് പോയിട്ട് ബീഫ് വാങ്ങി വന്നാലോ? വേണ്ട, സുഹൃത്തുക്കളെ, അന്നേരം ഞാൻ മാർക്കറ്റിൽ പോയി ഇറച്ചി മേടിച്ചു കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താക്കണം, ഇത് അച്ചാറിൻ്റെ പാകത്തിൽ ഇതൊന്ന് ചെറുതായിട്ട് ഞുറുക്കിയെടുത്ത് ഇതൊന്ന് വൃത്തിയായി കഴുകി നമുക്ക് എന്താക്കാം, കുക്കറിൽ വെച്ച് ഒരു 4-5 വിസിലടുപ്പിച്ചിട്ട് നമുക്ക് ബാക്കി കാണാം. ഇത് കണ്ടോ, നമുക്കൊരു ഈ വലിപ്പം മതി അച്ചാറിനാകുമ്പം. അധികം നമ്മൾ കറി വെക്കാനുള്ള വലിപ്പമൊന്നും വേണ്ട. ഈ വലിപ്പത്തിൽ നമുക്ക് എന്താക്കാം, ഇത് മൊത്തം ഒന്ന് ഞുറുക്കിയെടുക്കാം. അങ്ങനെ ഇറച്ചി ഞുറുക്കി കഴിഞ്ഞാൽ നമുക്കിത് ഇന്ന് കൊണ്ടുപോയി കഴുകിക്കൊണ്ട് വരാം. അപ്പോൾ നമ്മൾ ഇറച്ചി കഴുകിക്കൊണ്ട് വന്നു കേട്ടോ. ഇനി നമുക്ക് ഇത് കുക്കറിലേക്കിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് നമുക്ക് ഒരു 5 വിസിൽ 6 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇത് 1 കിലോ ഇറച്ചിയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ഒരു 1.5 ടേബിൾ സ്പൂൺ ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കുറച്ച് കറിവേപ്പില, ഇത് 3ഉം കൂടെ ഇട്ട് ഒന്ന് തിരുമ്മിയിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ച് ഒരു 6 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി അടുത്ത പടി നോക്കാം. നമുക്കേ നല്ല ഇറച്ചി അടുപ്പത്ത് വെച്ചു. അത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള മസാലകളെല്ലാം ഒന്ന് കൂട്ടി നമുക്ക് റെഡിയാക്കി വെക്കാം. മസാല പറഞ്ഞുതരാം. മസാല ഇത് കുറച്ച് ഇതാണ്, മറ്റേ അച്ചാർ പൗഡർ, ഇത് പെരിഞ്ജീരകം പൊടിച്ചത്, ഇത് കടുകും പിന്നെ പെരിഞ്ജീരകം കടുകും ഉലുവയും കൂടെ പൊടിച്ച് വെച്ചത്, ഇത് ഗരം മസാല, ഉപ്പ്, ഇത് ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, കാശ്മീരി ചില്ലി, ഒരു 5 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, ഇത് കുറച്ച് ബീഫ് മസാല. ഇത്ര ചേരുവകളാണ്. പിന്നെ നല്ലെണ്ണ, വിനാഗിരി, ഇത്രയും ചേരുവകളാണ് നമുക്കിതിൻ്റെ അകത്തേക്ക് ഈ അച്ചാറിലേക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്കേ അടുത്ത പടിയായിട്ട് നമുക്കിതിൻ്റെ അകത്തുള്ള ചേരുവകളെല്ലാം നമുക്ക് കൂട്ടി വെക്കാം. അടുപ്പ് കത്തിച്ചു, ഒരു പാത്രം എടുത്ത് വെച്ചു. ചെറുതീയിലാട്ടോ, ചെറുതീയിൽ അല്ല ഇതെല്ലാം കരിഞ്ഞു പോകും.
നമ്മളിത് നല്ലെണ്ണയ്ക്കകത്താണ് പാചകം ചെയ്യുന്നത്. നമുക്കൊരു 150 മില്ലി നല്ലെണ്ണ ഇതിലേക്ക് ഒഴിക്കാം. അപ്പോളേ നമ്മുടെ എണ്ണ ചൂടായി വരുന്നുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് കായപ്പൊടിയല്ല, ഇത് കണ്ടോ, പെരുങ്കായം എന്ന് പറയും. ഇതൊരു 1/2 ടീസ്പൂണ് നമുക്ക് ഇട്ട് അത് ഇതിൻ്റെ അകത്ത് കിടന്ന് മൂത്തോട്ടെ. കൂടെ തന്നെ അതിൻ്റെ പുറകെ നമുക്ക് അരിഞ്ഞു വെച്ച പച്ചമുളക് ചേർക്കാം. അതൊരു 5 പച്ചമുളക് ഉണ്ട് കേട്ടോ, ഒരു 5 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്. തീ കുറച്ച് ലോ ഫ്ലെയിമിലേക്ക് ഇടുവാണ്. പിന്നെ അടുത്ത് നമ്മുടെ വെളുത്തുള്ളി പേസ്റ്റ്, അതൊരു 4 ടീസ്പൂണുണ്ട്. കൂടെ ഇഞ്ചി പേസ്റ്റും അതുകൊണ്ട് ഒരു 3 ടീസ്പൂണ്. ഇത് പേസ്റ്റാക്കി ഇതുകൊണ്ടേ പെട്ടെന്ന് കരിഞ്ഞ് പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് മൂപ്പിച്ചെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് മസാല കരിയും. അതിൻ്റെ കൂടെ ഒരു കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് എന്താക്കാം, ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഉണ്ടോ, നമ്മുടെ നാടൻ കറിവേപ്പിലയാണ്. മൈസൂരിൽ നിന്നും കർണാടക അല്ല ഇവിടെ നിന്നൊന്നും തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവന്ന കറിവേപ്പിലയല്ല. അതുകൊണ്ട് വിഷമൊന്നും ചേർക്കാത്തതുകൊണ്ട് ചെറിയൊരു കറുപ്പും പുള്ളിയൊക്കെ ഉണ്ട്, പാടും ഒക്കെ ഉണ്ട്. അതിന് വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴേ വരുന്നുണ്ട്. ഇതെല്ലാം പിന്നെ നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ചെടുത്ത സാധനങ്ങളാണ് കേട്ടോ. വെളുത്തുള്ളി മാത്രമേ ഇതിൻ്റെ അകത്ത് നമ്മൾ കടലിൽ നിന്ന് മേടിച്ചിട്ടുള്ളൂ. ഇഞ്ചി ഇതെല്ലാം നമ്മുടെ പറമ്പിൽ നിന്ന് നമ്മൾ പറിച്ചെടുത്ത സാധനങ്ങളാണ്. അപ്പോഴേ നമ്മുടെ ഇത് മസാല ഇത് ചുമന്ന് വന്നിട്ടുണ്ട്. ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി എല്ലാം പേസ്റ്റൊക്കെ അത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താക്കാം, ഇതിൻ്റെ അകത്തോടെ നമ്മുടെ മസാലപ്പൊടികളെല്ലാം ആഡ് ചെയ്യാം. ആദ്യം ഞാൻ ചേർക്കുന്നത് ഒരു 3 ടീസ്പൂണ് കാശ്മീരി ചില്ലി. അടുത്തത് ഒരു 2 ടീസ്പൂണ് അച്ചാർ പൗഡർ. കടുകും ഉലുവയും കൂടെ പൊടിച്ചതാണ്, അത് ഒരു 1.25 ടീസ്പൂണ്. മസാലപ്പൊടി അതൊരു 2.5 ടീസ്പൂണ്. ഇത് 1 ടീസ്പൂണ് പെരിഞ്ജീരകപ്പൊടി. ഗരം മസാലപ്പൊടി 1 ടീസ്പൂണ്. ഇത് നമുക്കിനി ഇളക്കി മൂപ്പിച്ചെടുക്കാം, പച്ചമണമെല്ലാം മാറാൻ വേണ്ടി. ഇവിടെ മസാല മൂത്തോന്ന് നോക്കട്ടെ കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇനി അടി പിടിക്കാണ്ട് ഒന്നും കൂടെ നമുക്ക് കുറച്ച് തണുക്കുന്നത് വരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇത് മതി. ഇനി മസാല അവിടെ ഇരുന്ന് ഒന്ന് തണുത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ ഇറച്ചി വെന്ത് കിട്ടും. എന്നിട്ട് നമുക്ക് ബാക്കി അടുത്ത പടി ചെയ്യാം. ഹലോ സുഹൃത്തുക്കളെ, ഇതാ നമ്മുടെ ഇറച്ചിയെല്ലാം വെന്ത് പാകമായിട്ടുണ്ട്. ഞാനിത് തുറക്കാൻ പോകും കേട്ടോ. ഒരു 5 വിസിലടുപ്പിച്ചു. അങ്ങനെ ഇറച്ചിയൊക്കെ നന്നായിട്ട് വെന്തു. ഇനി നമ്മുടെ അടുത്ത പരിപാടി, അടുപ്പ് വീണ്ടും ഒന്ന് കത്തിക്കുകയാണ്. നമ്മളൊരു വേറൊരു പാത്രം എടുത്ത് അടുപ്പത്തോട്ട് വെച്ചു. അച്ചാറിൻ്റെ അവസാനത്തെ പരിപാടി. അങ്ങനെ വീണ്ടും നമ്മളിതിൻ്റെ അകത്തോട്ട് ഒരു 50 മില്ലി നല്ലെണ്ണയും കൂടെ ചേർക്കുവാണ്. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് നമ്മളൊരു
3 ചെറിയുള്ളി, ഒരു 3 എണ്ണം, അത് വട്ടത്തിലരിഞ്ഞത് ചേർക്കുകയാണ്. അതിൻ്റെ അകത്തോട്ടൊരു 2 വറ്റൽമുളക് ചെറുതായി മുറിച്ചത്, ഒരു കുറച്ച് കറിവേപ്പില, നമ്മൾ കടുക് ഇപ്പം ചേർക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ കടുകും എല്ലാം നമ്മൾ നേരത്തെ പൊടി ചേർത്തില്ലേ, അതുകൊണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് നമ്മളൊരു പ്രത്യേകിച്ച് കടുകൊന്നും ചേർക്കുന്നില്ല. കടുക് നമ്മൾ നേരത്തെ പൊടികളൊക്കെ ചേർത്തതുകൊണ്ട് ഇനി അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ഉള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് വെള്ളമില്ലാതെ ഇതിൻ്റെ അകത്തോട്ട് ചേർക്കുകയാണ്. ഇതിന് നമ്മൾ ചെറിയ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് നേരം, ഇത് ഇറച്ചിയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് നമുക്കിതിൻ്റെ അകത്തിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഓക്കെ, ഒന്ന് മൂടി വെച്ചേക്കാം. ഒരു 5 മിനിറ്റ് വരെ മതി. ആവശ്യത്തിന് വെന്തതല്ലേ. ഹലോ സുഹൃത്തുക്കളെ, അന്നേരം നമുക്ക് പറഞ്ഞിട്ട് 5 മിനിറ്റായി. നമുക്കിനി ഇതൊന്ന് അടപ്പൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. ഇല്ല, നമ്മളിവിടെ അടുത്ത് തന്നെയല്ലേ ഉള്ളത്. അന്നേരം ഇതാ നല്ല ഡ്രൈ ആയിരിക്കുന്ന ബീഫ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ നേരത്തെ വറുത്ത് എല്ലാം വെച്ചിരിക്കുന്ന മസാല ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യാൻ പോവുകയാണ്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിപ്പോൾ നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ അകത്തോട്ട് ഇനി നമ്മൾ ലാസ്റ്റ് ഇതായിട്ട് നമുക്കിതിൻ്റെ പുളിക്കും ഇതിന് ചെറിയൊരു സാലനയ്ക്കൊക്കെ ആയിട്ട് നമുക്ക് വിനാഗിരിയും കൂടെ ചേർക്കുമ്പോഴാണ് ഇപ്പോൾ നമ്മളിതെല്ലാം കൂട്ടി യോജിപ്പിച്ചു. ഇനി നമ്മൾ ആ മസാല ചേർത്ത് പാത്രത്തിലേക്ക് ഇത് കണ്ടോ കുറച്ച് വിനാഗിരി ഒഴിച്ച് അതെല്ലാം കൂടി ഒന്ന് ആ മസാലയെല്ലാം കൂടി ഇതിൻ്റെ അകത്തോട്ടൊന്ന് കഴുകി ഒഴിക്കുകയാണ്. അത് വീണ്ടും ഒന്ന് കുറച്ച് വിനാഗിരി ഒഴിച്ച് മസാലയെല്ലാം കൂടെ ചേർത്തൊന്ന് ചൂടായി വരുന്നുണ്ട്. നമുക്ക് പോരായ്മയുള്ള വിനാഗിരി, അതിനാവശ്യമുള്ള വിനാഗിരി ഇതിൻ്റെ അകത്തോട്ട് ചേർക്കുകയാണ്. ഈ ചെറുതീയിലാട്ടോ, അധികം തീ നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഇത് ചെയ്യേണ്ടത്. കൂടുതൽ തീയിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും, ഇതിന് പെട്ടെന്ന് ഇത്രയും മസാലയൊക്കെ ഉള്ളത് കൊണ്ട് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമുക്ക് ഇതാണ്, നമുക്കിന് ഉപ്പൊന്ന് ചെയ്ത് നോക്കാം. ഉപ്പ് പോരാ എന്നുണ്ടെങ്കിൽ
നമുക്ക് കുറച്ചും കൂടെ ചേർക്കാം. പോരാ, കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. ഉപ്പ് പിന്നെ ഓരോരുത്തർക്ക് കൂടുതലും കുറവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എന്താക്കാം, നമുക്ക് ഉപ്പ് എനിക്ക് മൊത്തത്തിൽ കുറച്ച് ഉപ്പ് വേണം. അച്ചാറിനല്ലെങ്കിലും ഉപ്പ് കൂടുതലുണ്ടെങ്കിൽ എന്താവുള്ളൂ, ഒക്കെ പെട്ടെന്ന് കേടുകൂടാണ്ടും അതിൻ്റെ ടേസ്റ്റ് ക്രമീകരിക്കാൻ പറ്റുള്ളൂ. ഹലോ സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മളുടെ ഇന്നത്തെ അച്ചാർ ഇതാ റെഡി ആയിരിക്കുന്നു. ഇതെല്ലാം ഓഫാക്കി വെക്കാൻ പോവുകയാണ്. ഇതിൻ്റെ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഭാര്യയെയും കൂടെ ക്ഷണിച്ചിരിക്കുകയാണ്. അവൾ നോക്കിയിരുന്ന ഒരു അഭിപ്രായം പറയട്ടെ. അപ്പോൾ എങ്ങനെയുണ്ട് അച്ചാർ? നല്ല സൂപ്പർ അച്ചാറായിട്ടുണ്ട്, നല്ല സൂപ്പറായി. അതിൻ്റെ അകത്ത് എന്തെങ്കിലും ചേരാനുണ്ടോ? ഒന്നുമില്ല, എല്ലാം നല്ല അച്ചാറായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നും എൻ്റെ അച്ചാർ ഇഷ്ടപ്പെട്ടെന്നും വിശ്വസിക്കുന്നു. നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, ഇതുപോലെ കഴിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങളെന്താ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നാൽ ശരി, ഓക്കെ. അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത് വരുന്നതാണ്. അന്നേരം കാണാം.